ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഫുഡ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ഭാഗമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ എന്താണ് ഫുഡ്? ഏത് വസ്തുവാകാം, പ്ലാന്റ് അല്ലെങ്കിൽ ആനിമൽ ഒറിജിൻ ആയിട്ടുള്ളത്. അത് എഡിബിൾ ആയിരിക്കണം, അതായത് കഴിക്കാൻ സാധിക്കുന്നതായിരിക്കണം. അതോടൊപ്പം തന്നെ ആരോഗ്യപരമായും പോഷകാഹാരങ്ങളും നമ്മുടെ ശരീരത്തിന് ഗുണം ചെയ്യുന്നതുമായിട്ടുള്ള ആഹാര പദാർത്ഥങ്ങളായിരിക്കണം നമ്മൾ കഴിക്കേണ്ടത്. ഫുഡിനെ മെയിനായിട്ടും ഫങ്ഷൻസിൻ്റെ ബേസിസിൽ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എനർജി ഈൽഡിങ് ഫുഡ്സ്, ബോഡി ബിൽഡിംഗ് ഫുഡ്സ്, അതുപോലെ തന്നെ പ്രൊട്ടക്റ്റീവ് ഫുഡ്സ്. അപ്പോൾ എനർജി ഈൽഡിങ് ഫുഡ്സിനകത്ത് വരുന്നതാണ് കാർബോഹൈഡ്രേറ്റും ഫാറ്റും റിച്ച് ആയിട്ടുള്ള ഫുഡ്. നമ്മൾ കഴിക്കുന്ന ആഹാരം പെട്ടെന്ന് തന്നെ ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് നമുക്ക് എനർജി പ്രൊവൈഡ് ചെയ്യണം. ATP ഫോമിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കണം. അതിന് എക്സാമ്പിളാണ് നമ്മുടെ സിറിയൽസ്, പൾസസ്, ഓയിൽസ്, ബട്ടർ, ഗീ. അറിയാമല്ലോ, സിറിയൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന അരി, ഗോതമ്പ്, ഇതെല്ലാം സിറിയൽസ് കാറ്റഗറി വരും. പൾസസ് എന്ന് പറയുമ്പോൾ നമ്മൾ പയറുവർഗ്ഗങ്ങൾ. പിന്നെ ബോഡി ബിൽഡിംഗ്, അത് പ്രോട്ടീൻ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഫുഡാണ് ബോഡി ബിൽഡിംഗ്. നമ്മുടെ സെൽസൊക്കെ റിപ്പയർ ചെയ്ത് ഗ്രോത്തിന് സഹായിക്കുന്നതാണ് ബോഡി ബിൽഡിംഗ്. അതിന് എക്സാമ്പിളാണ് മിൽക്ക്, മീറ്റ്, എഗ്ഗ്, ഫിഷ്, പൾസസ്, ഓയിൽ സീഡ്സ്, നട്ട്സ് എല്ലാം. പ്രൊട്ടക്റ്റീവ് ഫുഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വൈറ്റമിൻസും മിനറൽസും ധാരാളം അടങ്ങിയിട്ടുള്ളതാണ് പ്രൊട്ടക്റ്റീവ് ഫുഡ്. അത് നമ്മുടെ മിൽക്ക്, എഗ്ഗ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പിന്നെ ഈ മിനറൽസ് ഒക്കെ അടങ്ങിയിട്ടുള്ള വെള്ളവും ഉണ്ട്. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട ആഹാരത്തിൻ്റെ ഫങ്ഷൻസ്. അത് കൂടാതെ സോഷ്യൽ ഫങ്ഷൻ, ഇമോഷണൽ ഫങ്ഷൻ, കൾച്ചറൽ ഫങ്ഷൻസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഗെറ്റ് ടുഗദർ പോലെയുള്ള പരിപാടിക്കകത്ത് ആഹാരം ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഫങ്ഷനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഫുഡിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ്.